മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തകരമായ വഴികളെ തുറക്കുന്നവൻ ദൈവമാണ്. വഴി അടയപ്പെട്ടവരായി, വഴി അടച്ചു പൂട്ടപ്പെട്ടവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വ്യത്യസ്ത വഴികളെ നിനക്ക് വേണ്ടി തുറക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ വെളിപ്പെടുത്തി തരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 10 വാക്യം. പ്രവാചകൻ ചോദിക്കുക, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? വീണ്ടെടുക്കപ്പെട്ടവർ. ഒരു പാട്ടുണ്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് വേല ചെയ്യണം. പഴയ നിയമ ഇസ്രായേൽ ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു. പുതിയ നിയമത്തിലെ ദൈവമക്കൾ ക്രിസ്തുവിന്റെ രക്തത്താലാണ് അവർക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. ഇവിടെ പ്രവാചകൻ ചോദിക്കുക, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയവൻ നീയല്ലയോ? യെശയ്യാ പ്രവചനത്തിൽ 3 വാക്യങ്ങളുണ്ട്. 1-ാമത്തെ വാക്യം, നിനക്ക് മുമ്പിൽ മലകളാണെങ്കിലും ആ മലകളെ ദൈവം വഴികളാക്കും. മറ്റൊരു ഭാഗത്തുണ്ട്, നിനക്ക് മുമ്പിൽ മരുഭൂമിയാണെങ്കിൽ മരുഭൂമിയെ ദൈവം വഴിയാക്കും. നിനക്ക് മുമ്പിൽ സമുദ്രമാണെങ്കിൽ സമുദ്രത്തെ ദൈവം വഴിയാക്കും. എന്താണ് ഈ വചനത്തിലെ ആത്മിക സന്ദേശം? സകല വഴികളും അടയപ്പെട്ടവരായി ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ, മലകളാണെങ്കിലും മരുഭൂമികളാണെങ്കിലും സമുദ്രങ്ങളാണെങ്കിലും അതിനകത്ത് വഴി ഒരുക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. അവനാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശു ക്രിസ്തു എന്ന ദൈവം. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ കുടുംബത്തിൽ ആരും പോയിട്ടില്ലാത്ത വഴിയെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകും. നിയമപെട്ടകം മുമ്പിൽ പോകുന്ന സമയത്ത് യോശുവ പറയുന്നുണ്ട്, പെട്ടകം മുമ്പിൽ പോകണം. പെട്ടകം ക്രിസ്തുവിനെ കാണിക്കും. യോശുവ അറിയ, ഈ വഴി ഇതിനു മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ, നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾ അറിയും. ഈ ദിവസങ്ങളിൽ നീ പുതിയ വഴികളെ കുറിച്ച് അറിയാൻ പോകും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേലൊന്ന് നീട്ടണം. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വഴി തുറന്നു കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും പുതുവഴികൾ ദൈവം തുറന്നു തരും. ഗോഡ് ബ്ലെസ്.